തിരുവനന്തപുരം വർക്കലയിൽ മോഷണക്കുറ്റം ആരോപിച്ച് അയൽവാസിയെ കൊലപ്പെടുത്തി. വർക്കല ചാലുവിള സ്വദേശി നാരായണനാണ് മരിച്ചത്. സുഹൃത്തും അയൽവാസിയുമായ അരുൺ പോലീസിന്റെ പിടിയിലാണ്. കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ആ പാവത്തിന് അങ്ങേര് മേടിച്ച് കൊടുക്കണമെന്ന്. താഴേണ്ട ഏതാ കൊച്ചിൽ സുജി എന്ന് പറഞ്ഞ് കൊച്ചെടുത്തോണ്ട് പോയെന്നും പറഞ്ഞിട്ട് ആ മൊബൈലാണ് ഇങ്ങനെ പോയി മേടിച്ച് കൊടുക്കുന്ന ഒരു കുറവനായ ഒന്നത് വേറെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കുറവനായ അവൻ എങ്ങനെ പോയി മേടിച്ച് കൊടുക്കാനൊന്നും നോക്കൂല. അതിനെ കയറി ആ വിറയ്ക്കകത്ത് കയറി അതിൻ്റെ പിടികൂടി വേറെ എന്തിനാ കുത്ത എടുത്ത് വയ്ക്കണം. ആ കുത്താണ് ഞാൻ കൈ കൊണ്ടത്. അപ്പോൾ എന്നാലും അവനെ കൊണ്ട് കള്ള് എടുത്തോണ്ടൊന്ന് കുടിക്കാൻ മേലെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ട നിൻ്റെ കള്ളെന്ന് പറഞ്ഞു. അവൻ വെള്ളം പോലും ഒഴിക്കാൻ ഞാൻ തിന്നോണ്ടിരുന്ന ചോറിലാണ് അവൻ തുപ്പി ഇട്ടത്. ഇതിനു മുമ്പ് വേണ്ട അടിക്കുക പിടിച്ചുകൊള്ളയൊക്കെ ചെയ്ത്. അപ്പോൾ ആ അങ്ങേരെ ശരീരത്തിൻ്റെ കരുത്തറിഞ്ഞിട്ടല്ലേ അങ്ങനെ ആ വേല ഇതുവരാവതുമില്ല. അയാൾ അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഒരുപാട് പേരുണ്ട് അയാളെ എടുത്ത് എറിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, തിരുവനന്തപുരം വർക്കലയിലാണ് മോഷണക്കുറ്റം ആരോപിച്ച് അയൽവാസിയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. ആതിര, കഴിഞ്ഞ ദിവസം 8 മണിയോടെ കൂടിയ സംഭവം. വർക്കല കണ്ണമ്പ പ്രദേശത്തെ നാരായണൻ 55 വയസ്സാണ് അയൽവാസിയും സുഹൃത്തുമായ അരുണിന്റെ ക്രൂരമർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സുഹൃത്തും അയൽവാസിയുമായ അരുൺ നാരായണന്റെ വീട്ടിലേക്ക് കയറി വരികയും തന്റെ 25,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ കാണാനില്ലെന്ന് പറഞ്ഞ് കയറി വരികയായിരുന്നു. തുടർന്ന് ഈ മൊബൈൽ ഫോൺ നാരായണൻ എടുത്തോ എന്ന് ചോദിച്ചു. പക്ഷേ ആ സമയത്ത് നാരായണന്റെ കുടുംബാംഗങ്ങളും അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടില്ല, മൊബൈൽ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. തുടർന്നാണ് നാരായണനെ ചോദ്യം ചെയ്യുകയും നാരായണനെ ക്രൂരമായി മർദ്ദിക്കുകയും കൈ വലിച്ച് പുറകിലോട്ട് വെച്ച് തറയിലേക്ക് അടിക്കുകയും ചെയ്തു. തുടർന്ന് ടെറസിന്റെ മുകളിൽ നിന്നും നാരായണനെ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ സമയത്താണ് നാരായണന്റെ തല ഈ ഓടയുടെ സൈഡിൽ ഇടിച്ച് പൊട്ടി ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷമാണ് അത്തരത്തിൽ പൊട്ടിയതിനു ശേഷവും അരുൺ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വീട്ടുകാരും അതുപോലെ തന്നെ സംഭവത്തെ തുടർന്നുണ്ടായ ദൃക്സാക്ഷികളും പോലീസിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേറൊരു സംഭവവും ഇതിനോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നു. നാരായണനെ ഈ വീടിനടുത്തോട് ചേർന്നൊരു ചെറിയ പൂജാമുറി പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൂജാമുറിയിൽ ഈ മദ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ആരാധനയുണ്ട്. അത് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാണ്. ആ ഒരു സാധനം അരുൺ പലതവണ ഈ പൂജാമുറി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് മാറ്റിയില്ല. അത്തരത്തിലുള്ളൊരു പ്രശ്നവും ഇതിനോടൊപ്പം തന്നെ കൂട്ടി പറയുന്നുണ്ട്. എന്തായാലും ഈ മോഷണക്കുറ്റം ആരോപിച്ചാണ് അരുൺ നാരായണന്റെ വീട്ടിലേക്ക് കയറി വരികയും തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. കൂടാതെ ഈ നാരായണന്റെ വീട്ടിലുള്ളവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് വർക്കല പോലീസ് കേസ് ഇന്നലെ അരുണിന്റെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ കൂടുതൽ വിവരശേഖരണത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വേറെ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടതുപോലെ സംഭവവുമായി ബന്ധപ്പെട്ട് വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ആതിര. ടിൻഡു, ഇത്തരത്തിൽ ഒരു മോഷണക്കുറ്റം ആരോപിച്ച ഒരാളെ കൊലപ്പെടുത്താൻ മാത്രം ഒരു മുൻവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അരുണിന്റെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് പോലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ നാരായണന്റെ വീടിന്റെ ഭാഗത്ത് ഒരു പൂജാമുറിയുണ്ട്. ആ പൂജാമുറിയെ സംബന്ധിച്ച് അയൽവക്കക്കാർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു. ഇതുമായി സംബന്ധിച്ച് അയൽവക്കവും ഈ അരുണും അതുപോലെ തന്നെ നാരായണനും പല സമയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു കൊലപാതകത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം എന്താണെന്ന് ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 8 മണിയോടുകൂടി അരുൺ നാരായണന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയായിരുന്നു. കയറി ചെല്ലുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ എന്റെ 25,000 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ താങ്കൾ കണ്ടോ, എടുത്തോ, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. തുടർന്നാണ് ഈ നാരായണനെ മർദ്ദിച്ചതിന് ശേഷം അരുൺ കയ്യിൽ കരുതിയിരുന്ന മദ്യക്കുപ്പി നാരായണന്റെ തലയിലേക്ക് ഒഴിക്കുകയായിരുന്നു. ആ ഒഴിച്ച സമയത്ത് അല്ലെങ്കിൽ ആ മദ്യം തലയിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് നാരായണനെ പിന്നെയും മർദ്ദിച്ചതിന് ശേഷം ടെറസിന്റെ മുകളിൽ നിന്നും ഓടയിലേക്ക് വലിച്ചെറിയുന്നു. അവിടെ ആ ഓടയിലേക്ക് വെച്ച് ഓടയിലിട്ട് ക്രൂരമായി മർദ്ദിക്കുന്നു. മർദ്ദനത്തിനിടയിൽ നാരായണൻ കൊല്ലപ്പെടുന്നു. ഈ നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു വിവരണം മാത്രമാണ് നമുക്ക് നൽകുന്നത്. അല്ലാതെ മറ്റെന്തെങ്കിലും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു വരികയാണ് ആതിര.
ശരി, തിരുവനന്തപുരം വർക്കലയിലാണ് മോഷണക്കുറ്റം ആരോപിച്ച് അയൽവാസിയെ കൊലപ്പെടുത്തിയത്. വർക്കല ചാലുവിള സ്വദേശി നാരായണനാണ് മരിച്ചത്. സുഹൃത്തും അയൽവാസിയുമായ അരുൺ പോലീസിന്റെ പിടിയിലായി. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻറ്റു ദാസ് തിരുവനന്തപുരത്ത് നിന്ന്.